പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 3 സെക്ഷനാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് എന്ന സെക്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ പഠിച്ചു. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസും റിലേഷൻസ് തന്നെയാണ്. പക്ഷെ ആ റിലേഷൻസിന് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഒരു റിലേഷൻ ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി എ ഫങ്ഷൻ ഇഫ് എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. അതാണ് കണ്ടീഷൻ. എ എന്ന സെറ്റിലെ ഓരോ എലമെന്റിനും ഒരു ഇമേജ് വരണം. ഒന്നിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ രീതിയിൽ വരുന്നതിനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. എ എന്ന സെറ്റിലെ ഓരോ എലമെന്റിനും ഓരോ ഇമേജ് സെറ്റ് ബിയിൽ വരണം എങ്കിൽ അതിനെ ഒരു ഫംഗ്ഷൻ എന്ന് പറയും. ഉദാഹരണമായിട്ട് നോക്കൂ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്ക്, എ എന്ന എലമെന്റിന് ഒരു ഇമേജ്, ബി എന്നുള്ള എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ട്. ഫംഗ്ഷൻ ആവുമോ? സിക്ക് ഒരു ഇമേജ് ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ബി എന്ന എലമെന്റ് രണ്ട് ഇമേജ് ഉണ്ട്. ഇവിടെ കണ്ടീഷൻ നോക്കൂ, എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. ഓരോ എലമെന്റിനും ഓരോ ഇമേജ് വരണം. എക്ക് ഒരു ഇമേജ് ഉണ്ട്, ബിക്ക് രണ്ട് ഇമേജ് വരുന്നുണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇതൊരു റിലേഷൻ ആണ്. പക്ഷെ ഈ റിലേഷൻ എന്തല്ല? ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? ബി എന്ന എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അനദർ എക്സാമ്പിൾ നോക്കൂ, രണ്ട് സെറ്റ് എ ടു ബി. ഇവിടെ വരുന്നത് 1 2 3 4 5 6 ആണ് വരുന്നത്. ഇവിടെ 1 2 3 4 5 6. ഇവിടെ നോക്കൂ, 1ന് ഒരു ഇമേജ് ആണുള്ളത്, 2ന് ഒരു ഇമേജ്, 3ക്ക് ഒരു ഇമേജ് ഉണ്ട്, 4നും വൺ ഇമേജ്, 5 ആൾസോ ഹാസ് വൺ ഇമേജ്, ബട്ട് 6 ഹാസ് നോ ഇമേജ്. അപ്പൊ നോക്കൂ, എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. ഓരോ എലമെന്റിനും ഒരു ഇമേജ് വേണം. പക്ഷെ 6ന് ഇമേജ് ഉണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് ആൾസോ നോട്ട് എ ഫംഗ്ഷൻ. അപ്പൊ ഇത് ഫംഗ്ഷൻ അല്ല, അതുപോലെ ഇതും എന്തെന്നല്ല, ഫംഗ്ഷൻ അല്ല. ഇനി നോക്കൂ, വേറെ എക്സാമ്പിൾ നോക്കൂ. എ ഇസിക്കൽ സെറ്റ് 1 2 3, ബി ഇസിക്കൽ സെറ്റ് 1 4 9 12. ഈ ഫസ്റ്റ് എലമെന്റ് എത്ര ഇമേജ് വരുന്നുണ്ട്? ഒരു ഇമേജ്. 2നോ ഒരു ഇമേജ്, 3ക്കും ഒരു ഇമേജ്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ഈ സെറ്റിലെ എല്ലാ എലമെന്റിനും ഇമേജ് വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഈ എക്സാമ്പിളോ, ഇവിടെ നോക്കൂ, എ എന്ന എലമെന്റിന് ഒരു ഇമേജ്, ബിക്ക് എത്ര ഇമേജ് വരുന്നുണ്ട്? ബിക്ക് ഒരു ഇമേജ് തന്നെ ഉള്ളൂ അല്ലെ? സിക്ക് ഒരു ഇമേജ് വരുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇമേജ് എലമെന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ എവരി എലമെന്റ് ഓഫ് ദിസ് സെറ്റ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇപ്പൊ ബിയുടെ ഇമേജും സിയുടെ ഇമേജും ഒരേ എലമെന്റ് ആയ പ്രശ്നമില്ല. പക്ഷെ എല്ലാ എലമെന്റിനും യുണീക്ക് ഇമേജ് വരണം. എക്ക് ഒരു ഇമേജ്, ബിക്ക് ഒരു ഇമേജ്, സിക്ക് ഒരു ഇമേജ്. ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു ഫംഗ്ഷൻ എന്ന് പറയും. അനദർ എക്സാമ്പിൾ പി സെറ്റ് 5 6 7, ക്യൂ 3 4 5. കണ്ടില്ലേ? 5 ഒരു ഇമേജ് വരുന്നു, 6ന് വൺ ഇമേജ്, 7 വൺ ഇമേജ്. ദിസ് ഇസ് ആൾസോ എ ഫംഗ്ഷൻ. സോ എ ഫംഗ്ഷൻ എഫ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി സച്ച് ദാറ്റ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് എ. ഇപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് സെറ്റ് അല്ലേ, അത് സെറ്റ് ചെയ്യാൻ വരണം. ഡൊമൈൻ ഓഫ് എഫ് ഈസ് സെറ്റ് എ ആൻഡ് ടു ഡിസ്റ്റിങ്ക്ട് ഓർഡേർഡ് പെയർസ് ഇൻ എഫ് ഡു നോട്ട് ഹാവ് സെയിം ഫസ്റ്റ് എലമെന്റ്. ഇപ്പോ എഫ് എന്നുള്ള റിലേഷൻ നമ്മൾ ഓർഡേർഡ് പെയറാക്കി എഴുതി കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സ് എന്ത് വരാൻ പാടില്ല? രണ്ട് ഫസ്റ്റ് എലമെന്റ് ഒരേ എലമെന്റ് വരാൻ പാടില്ല. ഡു നോട്ട് ഹാവ് സെയിം ഫസ്റ്റ് എലമെന്റ്. ഒരേ ഫസ്റ്റ് എലമെന്റ് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഓർഡേർഡ് പെയറായ 1 1 2 4 3 9 എന്നാ വരിക. കണ്ടില്ലേ? എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് എല്ലാം വരുന്നുണ്ട്, ഓരോ എലമെന്റ് ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. സോ ദിസ് ഈസ് ദി കണ്ടീഷൻ ഫോർ എ റിലേഷൻ ടു ബി എ ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി സച്ച് ദാറ്റ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് സെറ്റ് എ. ഫസ്റ്റ് സെറ്റ് ഡൊമൈൻ വരും. ആൻഡ് ടു ഡിസ്റ്റിങ്ക്ട് ഓർഡേർഡ് പെയർസ്, വ്യത്യസ്തമായ രണ്ട് ഓർഡേർഡ് പെയർസ് ഇൻ എഫ് ഡു നോട്ട് ഹാവ് ദി സെയിം ഫസ്റ്റ് എലമെന്റ്. ഫസ്റ്റ് എലമെന്റ് സെയിം ആയിട്ട് വരാൻ പാടില്ല. ഇതാണ് ഒരു ഫംഗ്ഷനുള്ള കണ്ടീഷൻ. അപ്പൊ എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആവണമെങ്കിൽ ഈ ഫസ്റ്റ് സെറ്റിലെ ഓരോ എലമെന്റിനും യുണീക്ക് ഇമേജ്, യുണീക്ക് ഓരോ ഇമേജ് സെക്കൻഡ് സെറ്റിൽ വരണം. അതാണ് കണ്ടീഷൻ വരുന്നത്. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് എ ബി എലമെന്റ് ഓഫ് എ. അപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിൽ റിലേഷൻ ആവില്ല. അപ്പൊ അതിൽ ഓർഡേർഡ് പെയർസ് എലമെന്റ്സ് വരിക.
അപ്പോ ഇഫ് എ ബി എലമെന്റ് ഓഫ് എഫ് ദെൻ എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്ന് പറയാം. എയുടെ ഇമേജ് ആണ് ബി എന്ന് പറയും. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയും. ആൻഡ് ബി ഈസ് കാൾഡ് ഇമേജ് ഓഫ് എ. ഇല്ലേ, എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ബി ഈസ് കാൾഡ് ദി ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. ബി ഈസ് കാൾഡ് ദി ഇമേജ് ഓഫ് എ അണ്ടർ എഫ് ആൻഡ് എ ഈസ് കാൾഡ് ദി പ്രീ ഇമേജ് ഓഫ് ബി അണ്ടർ എഫ്. അപ്പോ എഫ് ഓഫ് എ ബി ആണെങ്കിൽ എ എന്നുള്ളത് ബിയുടെ പ്രീ ഇമേജ് ആയിരിക്കും. റിലേഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ബി ഈസ് കാൾഡ് ദി ഇമേജ് ഓഫ് എ അണ്ടർ എഫ് ആൻഡ് എ ഈസ് കാൾഡ് ദി പ്രീ ഇമേജ് ഓഫ് ബി അണ്ടർ എഫ്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്. ഇത് വായിക്കുന്നത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്നാണ്. എഫ് കോളം ഇത് വായിക്കുക, എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അപ്പോ ഒരു ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ എ എന്ന എലമെന്റിലെ ഓരോ എലമെന്റിനും യുണീക്ക് ഇമേജ് ആണ് വരേണ്ടത്. അതാണ് ഇതിലുള്ള കണ്ടീഷൻ. സോ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്. എഫ് ഈസ് എ കോളൻ എ ടു ബി. ഇല്ലേ, എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്നാണ് ഇത് വായിക്കുക. Examine the relations given below are functions or not. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ തരും, റിലേഷൻസ് തരും. ആ റിലേഷൻസ് ഫംഗ്ഷൻ ആണോ അല്ലേ നോക്കണം. അപ്പൊ എഫ് ഫ്രം 2 3 4 to 1 2 3 4 ഉണ്ടല്ലേ. ഫസ്റ്റ് സെറ്റ് 2 3 4 ആണ്, സെക്കൻഡ് സെറ്റ് 1 2 3 4 ആണ്. അപ്പൊ നോക്കൂ, എല്ലാ എലമെന്റ് ഇമേജ് യുണീക്ക് ഇമേജ് ഉണ്ടാക്കണം. 2 1 ഇല്ലേ, 2ന്റെ ഒരു ഇമേജ് ഉണ്ട്, 3ക്കും ഒരു ഇമേജ്, 3 1 4 2 ഉണ്ടല്ലേ. ഓരോ എലമെന്റ് ഓരോ ഇമേജ് ഉള്ളൂ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. സിൻസ് എവറി എലമെന്റ് ഹാസ് യുണീക്ക് ഇമേജ്, ദിസ് ഈസ് എ ഫംഗ്ഷൻ. സെക്കൻഡ് നോക്കൂ, ഇപ്പൊ ഇവിടെ 2 3 4 ആണ്, 2 2 വരുന്നുണ്ട്, 2 4 2 രണ്ട് ഇമേജ് വരുന്നുണ്ട് അല്ലെ. 2 2 വരുന്നുണ്ട്, 2 4 3ക്ക് 3 3 വരിക, 4 4. പക്ഷെ 2 എന്നുള്ള എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇല്ലേ, ഒന്നാമത് നോക്കൂ, സിൻസ് എവറി എലമെന്റ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തതോ, ദ എലമെന്റ് 2 ഹാസ് 2 ഇമേജസ് അല്ലെ. സിൻസ് ദി എലമെന്റ് 2 ഹാസ് 2 ഡിഫറെന്റ് ഇമേജസ് 2 and 4, ദിസ് റിലേഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ദി എലമെന്റ് 2 ഹാസ് 2 ഇമേജസ്. 2 വരുന്നുണ്ട്, 4 രണ്ട് ഇമേജ് വരുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. Another example, f from set 1 2 3 4 5 6 to 1 2 3 4 5 6 7 defined by r is equal to 1 2 2 3 3 4 4 5 5 6 6 7 ഉണ്ടല്ലേ. 1 ഇമേജ് വരുന്നുണ്ട്, 2 3 വരുന്നുണ്ട്, 3യുടെ ഇമേജ് 4, 4ന് 5, 5ന് 6 6 7 ഉണ്ടല്ലേ. എല്ലാ എലമെന്റിനും ഇമേജ് വരുന്നുണ്ട് ഇല്ലേ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. കാരണം എന്താ, സിൻസ് എവറി എലമെന്റ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഫംഗ്ഷൻ ചെക്ക് ചെയ്യാം. അനദർ എക്സാമ്പിൾ, ലെറ്റ് ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എൻ. എന്താണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സച്ച് ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ എക്സ് വൈ. സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു 2x. എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എൻ. വൈ ഈക്വൽ ടു 2x എന്നാണ്. വാട്ട് ഈസ് ദി ഡൊമൈൻ ആൻഡ് കോ ഡൊമൈൻ ഓഫ് റേഞ്ച് ഓഫ് ആർ. ആദ്യം ഈ റിലേഷന്റെ ഡൊമൈൻ കാണണം, കോ ഡൊമൈൻ കാണണം, റേഞ്ച് കാണണം. ഈസ് ദിസ് റിലേഷൻ എ ഫംഗ്ഷൻ. എന്നിട്ട് ഇതൊരു ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എൻ എന്ന് പറഞ്ഞാൽ എൻ ക്രോസ് എൻ അല്ലെ. എൻ ക്രോസ് എന്റെ സബ്സെറ്റ് ആണ് നമുക്ക് ഇതിൽ എലമെന്റ്സ് വരും. അപ്പൊ ആദ്യം നമ്മൾ എൻ എന്നുള്ള സെറ്റ് ആദ്യം എഴുതുന്നു. സെറ്റിൽ 1 2 3 4 5 6 എക്സെട്ര എന്ന് വരും. രണ്ടാമത്തെ സെറ്റ് എൻ തന്നെയാണ്, 1 2 3 4 5 6 എക്സെട്ര. വാട്ട് ഈസ് ദ ഇമേജ് ഓഫ് 1? 1ന്റെ ഇമേജ് ഏതാ വരിക? 1ന്റെ ഇമേജ് 2 എന്ന് വരിക. y ഈക്വൽ 2x എന്നല്ലേ. അപ്പൊ 1ന്റെ ഇമേജ് 2 എന്ന് വരും. 2ന്റെ ഇമേജോ 2 4 വരും. 3 പറഞ്ഞോളൂ, 3 6 വരും. 4 8 5 10 എക്സെട്ര. ഈ രൂപത്തിലാണ് വരിക ഉണ്ടല്ലേ. സോ ഹിയർ വാട്ട് ഈസ് ദി ഡൊമൈൻ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഫസ്റ്റ് സെറ്റ് മൊത്തം വരും. കാരണം ഓരോ എലമെന്റ് ഏത് എലമെന്റ് എടുത്താലും നമുക്ക് 2n കാണാൻ പറ്റൂലേ. ഇവിടെ 100 ആണെങ്കിൽ 200 വരും, 1000 ആണെങ്കിൽ 2000 വരും. സോ ഹിയർ ദി ഡൊമൈൻ ഓഫ് ദിസ് റിലേഷൻ ഈസ് ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻ. ഡൊമൈനും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരിക. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എൻ എന്നുള്ള കോഡൊമൈൻ വരും. ഇനി റേഞ്ച് എന്താ വരിക? റേഞ്ചിൽ വരുന്നത് 2 4 6 8 10 എക്സെട്ര നമ്പേഴ്സ് വരിക ഉണ്ടല്ലേ. അപ്പൊ നോക്കൂ, ഓരോ എലമെന്റിനും ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. ഇവിടെ ഏത് എലമെന്റ് എടുത്താലും 100ന് 200 ആയിരുന്നു, 101 ആണെങ്കിൽ 202 എന്നാ വരിക ഉണ്ടല്ലേ. അപ്പൊ എവരി എലമെന്റ് ഹാസ് യുണീക്ക് ഇമേജ്. ഏത് എലമെന്റ് എടുത്താലും ഇതുപോലെ ഒരു 2n നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ.
So the range is the set of even natural numbers. Even natural numbers ആണ് ഏതാ? 2, 4, 6, 8, 10, etc. എന്നുള്ള സെറ്റാണ് റേഞ്ച് വരിക. ഇല്ലേ? റേഞ്ച് ഈസ് ദി സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ സെറ്റ് 2, 4, 6, etc. ഇനി ഇതൊരു ഫംഗ്ഷൻ ആണോ ചോദിച്ചു. ഈസ് ദിസ് റിലേഷൻ എ ഫംഗ്ഷൻ? യെസ്, ബിക്കോസ് എവറി എലമെന്റ് ഹാസ് യുണീക് ഇമേജ്. ഏത് എലമെന്റ് എടുത്താലും യുണീക് ഇമേജ് ഉണ്ട്. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. സിൻസ് എവറി നാച്ചുറൽ നമ്പർ n ഹാസ് one and only one image, this relation is a function. ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇനി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ വരുന്ന രണ്ട് സെക്ഷൻ ആണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ ഓർ വൺ ഓഫ് its subsets as its range is called a real valued function. A function which has either a set of real numbers or one of its subsets as its range. ഒരു ഫംഗ്ഷന്റെ റേഞ്ച് വരുന്നത് ഏതായിരിക്കണം? റിയൽ നമ്പേഴ്സ് വരിക. റിയൽ നമ്പേഴ്സ് വരുന്നതെങ്കിൽ അതിനെന്ത് പറയാം? such a function is called a real valued function. A function f from x to r. ആ റേഞ്ച് വരുന്നത് വരണം റിയൽ നമ്പർ വരണം, എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി domain also R or subset of R എന്നല്ലോ. If its domain is also either R or a subset of R, it is called a real function. ഇപ്പൊ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ റേഞ്ച് എന്ത് വരണം? റിയൽ നമ്പറോ അതിന്റെ സബ്സെറ്റോ വരിക. റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈനും റേഞ്ചും എന്ത് വരണം? റിയൽ ഫംഗ്ഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് വരികയാണെങ്കിൽ അതിനെ റിയൽ ഫംഗ്ഷൻ എന്നും പറയും. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ റേഞ്ച് എന്തായിരിക്കണം? റേഞ്ച് സബ്സെറ്റ് ഓഫ് ആർ വരണം, ഓർ ആർ എന്നുള്ള സെറ്റ് വന്നാലും മതി. അതുപോലെ റിയൽ ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിലോ, റിയൽ ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിന്റെ ഡൊമൈനും എന്ത് വരണം? സബ്സെറ്റ് ഓഫ് ആർ വരണം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വരണം. അപ്പൊ ഈ രൂപത്തിലുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്നും പറയാം, റിയൽ ഫംഗ്ഷൻസ് എന്നും പറയാം. എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ക്യാപിറ്റൽ ആർ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓർ വൺ ഓഫ് its subsets as its range is called a real valued function. If its domain is also either R or a subset of R, it is called a real function. ഡൊമൈനും റേഞ്ചും ആറിന്റെ സബ്സെറ്റ് വന്നാൽ റിയൽ ഫംഗ്ഷൻ എന്നാണ് പറയുക. ഡിഫൈൻ എ റിയൽ ഫംഗ്ഷൻ f from n to n by f of x equal to 2x plus 1. Define a real function. ഇത് വായിക്കുന്നുണ്ട്. f from n to n. f is a function from n to n by f of x equal to 2x plus 1. ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. f of x equal to 2x plus 1. Complete using this definition. Complete the table given below. ഇപ്പൊ ഇവിടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു റിയൽ നമ്പർ വരിക. x 1 ആകുമ്പോഴേ when x equal to 1 വാല്യൂ എന്ത് വരിക? 2x plus 1 ആണ്. 2 into 1 plus 1 അല്ലെ 3 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ ടേബിൾ എക്സിന്റെ വാല്യൂ 1, 2, 3, 4, 5, 6, 7 തന്നിട്ടുണ്ട്. വൈയുടെ വാല്യൂ f of 1 കാണണം, f of 2 കാണണം, f of 3 കാണണം, f of 4, f of 5, f of 6, f of 7. ഇതിന്റെ എല്ലാം വാല്യൂ കണ്ടുപിടിക്കാണ് വേണ്ടത്. നോക്കൂ, x 1 വന്നാൽ എന്തായി? 2 into 1 plus 1 3 എന്ന് വരില്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 3 എന്ന് വരും. 2 ആകുമ്പോഴോ 2 എന്നാല് 2 into 2 എക്സിന് 2 എന്ന് കൊടുക്കുക. 4 plus 1 5, ഇവിടെ 5 വരും. f of 3 എന്താ വരിക? എക്സിന് 3 കൊടുത്ത് നോക്കൂ. when x equal to 3 this become 2 into 3 plus 1 7 വരും അല്ലെ? f of 3 7, f of 4 2 into 4 plus 1 9, f of 5 2 into 5 plus 1 11, f of 6 13, f of 7 2 into 7 plus 1 15 വരും അല്ലേ? ഈ രൂപത്തിൽ നമുക്ക് അതിന്റെ വാല്യൂസ് കാണാൻ പറ്റും. So f of 1 is equal to 3, f of 2 5, f of 3 7, f of 4 9, f of 5 11, f of 6 13, f of 7 15. ഈ രൂപത്തിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ എക്സിന്റെ വാല്യൂ കൊടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. A function f is defined by f of x equal to 2x minus 5. Another example, f of x equal to 2x minus 5 ആണ്. Write down the values of f of 0, f of 7, f of minus 3. ഇതിന്റെ മൂന്നിന്റെ വാല്യൂ കാണണം. f of 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കും. അപ്പൊ 2 into 0, f of 0 എന്ന് പറഞ്ഞാൽ 2 into 0 minus 5. അപ്പൊ minus 5 എന്നാ വരിക അല്ലേ? f of 0 എന്ന് പറഞ്ഞാൽ minus 5 എന്ന്. കാരണം എന്താ? 2 into 0 minus 5. ഈ f of 7 എന്ന് പറയാലോ
എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എക്സിന് 7 കൊടുത്താൽ മതി. എഫ് ഓഫ് 7 ഈക്വൽ 2 into 7 minus 5. 2 into 7 എത്രയാ? 14 minus 5 is equal to 9. അതുപോലെ എഫ് ഓഫ് -3. എഫ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ എക്സിന് -3 കൊടുക്കുക. 2 into -3 -5. That is -6 minus 5 -11 എന്നാണ് വരിക. ഇല്ലേ? എഫ് ഓഫ് 7 2 into 7 -5 9. എഫ് ഓഫ് -3 2 into -3 -5. ഇല്ലേ? -6 minus 5 is equal to -11. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. Which of the following relations are from A to B are functions? Give reasons if it is a function. Determine its domain and range. അപ്പോൾ നമുക്ക് 2-3 ഫംഗ്ഷൻസ് തരും, അത് റിലേഷൻ തരും. ആ റിലേഷൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ A is equal to set 2, 5, 8, 11, 14, 17. B is equal to set 1. R is equal to set 2, 1, 5, 1, 8, 1, 11, 1, 14, 1, 17, 1. ശ്രദ്ധിക്കേണ്ട എന്താ? ഈ സെറ്റിൽ എല്ലാ എലമെന്റും ഇമേജ് ഉണ്ടോ നോക്കിയാൽ മതി. 2 വരുന്നുണ്ട്, 5 ഒരു ഇമേജ് ഉണ്ട്, 8 ഒരു ഇമേജ് ഉള്ളൂ, 11 ഒരു ഇമേജ്, 14 എല്ലാ എലമെന്റും ഓരോ ഇമേജ് ഉണ്ട്. ഉണ്ടല്ലേ? സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് കിട്ടും നോക്കൂ. ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. കാരണം എന്താ? എവരി എലമെന്റ് ഹാസ് യുണീക്ക് ഇമേജ്. ഓരോ എലമെന്റ് ഒരു ഇമേജ് വരുന്നുള്ളൂ. ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ എന്നുള്ള സെറ്റ് 2, 5, 8, 11, 14, 7. ഈ ഫസ്റ്റ് സെറ്റ് എ തന്നെ വരിക അല്ലെ? എ എന്നുള്ള സെറ്റാണ് ഡൊമൈൻ. റേഞ്ച് എല്ലാ എലമെന്റും 1 ആണ്. ഇല്ലേ? ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ റേഞ്ച്. അപ്പോൾ ഡൊമൈൻ ഇസിക്കൽ എ ആൻഡ് റേഞ്ച് ഇസിക്കൽ ബി. ബിയിൽ ഒരു എലമെന്റല്ലേ ഉള്ളൂ, റേഞ്ച് ബി എന്ന് കൊടുക്കാം. ഇനി എക്സാമ്പിൾ 2. A is equal to set 2, 4, 6, 8, 10, 12, 14. B is equal to 1, 2, 3, 4, 5, 6, 7, 8, 9. സെയിം തന്നെ നമുക്ക് നേരത്തെ ചെയ്തതിന്റെ ബാക്കിയാണ്. ഫംഗ്ഷൻ ഒരു റിലേഷൻ തരും, അത് ഫംഗ്ഷൻ ആണോ അല്ലേ നോക്കാനാണ്. ഇവിടെ നമുക്ക് 2, 1 വരുന്നുണ്ട്, 4, 2, 6, 3, 8, 4, 10, 5, 12, 6, 14, 7. ഉണ്ടല്ലേ? ഓരോ എലമെന്റിനും ഓരോ ഇമേജ് വരുന്നുള്ളൂ. ഉണ്ടല്ലേ? സോ ദിസ് ഈസ് ആൾസോ എ ഫംഗ്ഷൻ ആണ്. ഇനി ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ സെറ്റ് ചെയ്യാനായിരിക്കും വരും അല്ലെ? റേഞ്ച് ആണ് നോക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7 വരും അല്ലെ? 1, 2, 3, 4, 5, 6, 7 എന്നുള്ളതാണ് റേഞ്ചിൽ വരിക. ഡൊമൈന് പിന്നെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ സെറ്റ് എ ആയിരിക്കും എപ്പോഴും വരിക. ഡൊമൈൻ ഈസ് ഈക്വൽ ടു എ ആൻഡ് റേഞ്ച് സെറ്റ് 1, 2, 3, 4, 5, 6, 7. Another example, A is equal to set 1, 2, B 3, 4, 5. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നോക്കൂ, ഇവിടെ 2 എലമെന്റ് ഉള്ളൂ. ഇപ്പൊ 1, 2, 1, 3 വരുന്നുണ്ട്, പിന്നെ 1, 5 ഉണ്ടല്ലേ? 1 ഹാസ് 2 ഇമേജ് അല്ലെ? ദ എലമെന്റ് 1 ഹാസ് 2 ഇമേജസ്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ദി എലമെന്റ് 1 ഹാസ് 2 ഇമേജസ്. ഇനി നമുക്ക് ഇതിലെ കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ്സ് പഠിക്കാനുണ്ട്. സം ഫങ്ഷൻസ് ആൻഡ് ദർ ഗ്രാഫ്സ്. പ്രധാനപ്പെട്ട 2-3 ഫംഗ്ഷൻസും അതിന്റെ ഗ്രാഫുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് വരുന്നതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. 1 ഐഡന്റിറ്റി ഫംഗ്ഷൻ. ലെറ്റ് R be the set of real numbers. Define a real valued function f from R to R by y equal to f of x equal to x. f of x equal to x എന്നുള്ള ഫംഗ്ഷൻ അല്ലേ? y equal to x or f of x equal to x for each x element of R. Such a function is called the identity function. അപ്പോൾ ഒരു എലമെന്റിന്റെ ഇമേജ് അതേ എലമെന്റിന്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 എന്തായി? എഫ് ഓഫ് 1 1 വരും അല്ലെ? എഫ് ഓഫ് 2 എടുത്താലോ? എഫ് ഓഫ് 2 എടുത്താൽ 2 എന്ന് വരും. എഫ് ഓഫ് 3 3. അതിന്റെ ഗ്രാഫ് ആണ് ഈ രൂപത്തിൽ വരിക. എഫ് ഓഫ് 0 0 ആണ്, 0 0 വരും, 2 2 വരിക, 2 കറസ്പോണ്ടിങ് ആയിട്ട് 2 വരും. അല്ലേ? ദിസ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അതുപോലെ 4 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇവിടെ ഈ 4 എന്നുള്ള പോയിന്റിൽ നമ്മൾ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇവിടെ 4 എന്നുള്ള പോയിന്റ് ഇവിടെ വൈ ആക്സിന് പെർപെൻഡിക്കുലർ. ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഏതായിരിക്കും? 4 4 എന്നാണ് വരിക. അപ്പോൾ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ആർ. ഡൊമൈൻ എന്നുള്ളത് എക്സ് ആക്സിസിൽ വരുന്ന വാല്യൂസ് വരിക, റേഞ്ച് വൈ ആക്സിസിൽ വരുന്നത്. അപ്പോൾ ഇത് മൊത്തം റിയൽ നമ്പേഴ്സ് വരും, റേഞ്ചും തന്നെ വരിക മൊത്തം റിയൽ നമ്പേഴ്സ്. സോ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ആർ, റേഞ്ച് ഓഫ് എഫ് ഈസ് ആൾസോ ആർ. ദ ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ as shown in figure and passing through the origin. This is passing through the origin. ഈ രൂപത്തിലാണ് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ലേ? അപ്പോ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് ആണ്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ഫോർ ഈച്ച് എക്സ് എലമെന്റ് ഓഫ് ആർ. ഈ സെറ്റിലെ ഓരോ എലമെന്റിനും എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് എന്ന് എടുത്താൽ
Such a function is called identity function. It passes through the origin. കാരണം 0 0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യും. സീറോയുടെ ഇമേജ് 0 ആണ്, ഉണ്ടല്ലേ? അതുപോലെ രണ്ടാമത് വരുന്നതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് വന്നാൽ എല്ലാ എക്സിന് ഏത് വാല്യൂ എടുത്ത് ഒരേ വാല്യൂ വരിക. അപ്പോ f(2) 3 ആണെങ്കിൽ f(4) 3 വരും, ഉണ്ടല്ലേ? f(-4) 3. ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലലിന്റെ സ്ട്രെയിറ്റ് ലൈൻ വരിക. കാരണം ഇതിലെല്ലാ എലമെന്റ് ഒരേ വാല്യൂ ആണല്ലോ വരിക. -6ന്റെ വാല്യൂ 3 വരും, ഉണ്ടല്ലേ? ഈ രൂപത്തിൽ വരുന്നതിന് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഡിഫൈൻ എ ഫംഗ്ഷൻ f from R to R by f of x equal to c, y equal to f of x equal to c, where x element of R, where c is a constant. c ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ f of x equal to 3 എന്നുള്ളതിന്റെ ഗ്രാഫാണത്. f of x equal to 4 എന്നാണെങ്കിലോ this is a line passing through this point for ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുക, അല്ലെ? പാരലൽ ടു y ആക്സിസ്. y ആക്സിന് പാരലൽ ആയിക്കൊണ്ട് ലൈനാണ് വരിക. ഇപ്പൊ ഇവിടെ നമുക്ക് ഡൊമൈൻ എടുത്താൽ എന്താ വരിക? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ്സ് മൊത്തം 6 വരും. റേഞ്ചിൽ ഈ സി എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവും, അല്ലെ? ഹിയർ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ആർ ആൻഡ് റേഞ്ച് ഈസ് എലമെന്റ് സി. ഒരു എലമെന്റ് വരുള്ളൂ, സി എന്നുള്ള എലമെന്റ് മാത്രമേ വരും. എക്സാമ്പിൾ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ ഇതുപോലെ ലൈനാണ് വരിക. 3 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ കിട്ടും. എഫ് ഓഫ് എക്സ് ഈക്വൽ -2 എന്നാണെങ്കിലോ ഈ -2 എന്നുള്ള പോയിന്റിലൂടെ ഒരു ലൈൻ ആയിരിക്കും വരിക. ഇതുപോലെ വൈ എക്സ് പാരലൽ. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ആക്സിസ് തന്നെ, ഉണ്ടല്ലേ? ഈ എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ ആണ് എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ വൈ ഈക്വൽ ടു 0 എന്നുള്ള ഒരു ലൈൻ വരും, ഉണ്ടല്ലേ? ഇതാണ്. അപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞു നമ്മള്. അതുപോലെ തന്നെ ഐഡന്റിറ്റി ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എ ഫംഗ്ഷൻ f from R to R defined by f of x equal to c. f of x equal to c where x element of R and c is a constant. c ഒരു കോൺസ്റ്റന്റ് ആവും എങ്കിൽ അതിനെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻ ഉണ്ട്. എ ഫംഗ്ഷൻ f from R to R is said to be a polynomial function if for each x in R y is equal to f of x. f of x ന്റെ വാല്യൂ ഇതുപോലെ തന്നെ a0 plus a1x plus a2x² plus etc. an x raised to n, ഉണ്ടല്ലേ? where n is a non negative integer. ഇവിടെ കണ്ടീഷൻ ഈ n എന്തായിരിക്കണം? ഒരു നോൺ നെഗറ്റീവ് ഇന്റിജർ ആവണം. എന്നിന്റെ വാല്യൂ 0 1 2 3 4 വരണം. വേറെ ടേംസ് വന്നാൽ അത് ശരിയാവില്ല. ആൻഡ് a0 a1 a2 etc. an എലമെന്റ് ഓഫ് R. ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം റിയൽ നമ്പേഴ്സും വരണം. അപ്പൊ ഈ രൂപത്തിൽ വരുന്ന ഒരു ഇക്വേഷനെ പറയുന്ന പേരാണ് എന്ത്? പോളിനോമിയൽ ഫംഗ്ഷൻ. f of x ഈക്വൽ ടു a0 പ്ലസ് a1x x raised to 1 ആണ്, a2x² പ്ലസ് എക്സെട്ര പ്ലസ് an x raised to n. അപ്പൊ ഇതിൽ ഈ a0 a1 a2 എക്സെട്ര എന്നുള്ള റിയൽ നമ്പേഴ്സ് ആവണം. പിന്നെ കണ്ടീഷൻ എന്താ? n ഈസ് എ നോൺ നെഗറ്റീവ് ഇന്റിജർ. അപ്പൊ ഈ രൂപത്തിൽ വരുന്ന ഫംഗ്ഷനെ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയും. എ ഫംഗ്ഷൻ f from R to R is said to be a polynomial function if for each x in R y is equal to f of x equal to a0 plus a1x plus a2x² etc. plus an x raised to n, where n is a non-negative integer and a0 a1 a2 etc. an element of R. ഒരു എക്സാമ്പിൾ നോക്കൂ, f of x equal to x³ minus x² plus 2, ഉണ്ടല്ലേ? ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ. x³ ഉണ്ട്, x² ഉണ്ട്, 2 ഉണ്ട്, ഉണ്ടല്ലേ? x³ കൂടെ വരുന്നത് 1 ആണ്. ഇവിടെ -1 വരുന്നുണ്ട്, 2 എന്നുള്ള കോൺസ്റ്റന്റ് വരുന്നു. അതുപോലെ തന്നെ g of x equal to x raised to 4 plus √2x, ഉണ്ടല്ലേ? √2 എന്നുള്ള ടേം ഉണ്ട്, എക്സിന്റെ റേസ് ടു 1 അല്ലേ? അപ്പൊ x raised to 4 plus √2x. ഇത് രണ്ടും പോളിനോമിയൽസിന്റെ ഉദാഹരണങ്ങളാണ്. അതേസമയം the function h defined by h of x equal to x raised to 3/2 plus 2x is not a polynomial function. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല. x raised to 3/2 കണ്ടില്ലേ? എന്ത് വരണം? ഇവിടെ വരുന്ന നോൺ നെഗറ്റീവ് ഇന്റിജർ വരണം, അല്ലെ? x raised to 3 എന്നോ x raised to 4 എന്നൊക്കെ വരണം. x raised to 3/2 എന്നാൽ എന്താണ്? This is not a polynomial function because 3/2 is not a non negative integer. ഇതൊരു നോൺ നെഗറ്റീവ് ഇന്റിജർ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? This function is not a polynomial function. ഇപ്പൊ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഈ ടേംസ് ഉണ്ടല്ലോ, x x² etc. x raised to n, ഇതെല്ലാം ഒരു എക്സിന്റെ പവറായി വരുന്ന ഈ n is a നോൺ നെഗറ്റീവ് ഇന്റിജർ ആവണം. ഇതിൽ ഏത് വരാൻ പാടില്ല? ഇതിന്റെ ഇടയ്ക്ക് ഒരു ടേം പിന്നെ 2/3 എന്നോ √3
5/2 എന്നായിട്ട് വരാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗ്രാഫുകൾ നമുക്ക് വരച്ചു നോക്കേണ്ടതുണ്ട്. ഡിഫൈൻ ദി ഫംഗ്ഷൻ f ഫ്രം r to r by y is equal to f of x equal to x square. X element of r. Complete the table given below by using this definition. What is the domain and range of this function? Draw the graph of f. ഇതിന്റെ ഗ്രാഫ് വരും. ഇവിടെ f of x equal to x square എന്നാണ് ഇല്ലേ? f from r to r by y is equal to f of x equal to x square. x element of r എന്ന് പറയുന്നുണ്ട്. അപ്പൊ x എല്ലാ റിയൽ നമ്പേഴ്സും വരും. f of x equal to x square എന്നാണ് ഫംഗ്ഷൻ വരുന്നത്. കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ. ടേബിൾ ഒന്നുണ്ടാവും. ഈ ടേബിൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് യൂസിങ് ദിസ് ഡെഫിനിഷൻ വാട്ട് ഈസ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച്. റേഞ്ച് ഡൊമൈൻ പറയണം. പിന്നെ എന്ത് പറയണം? ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ്. ആ ഗ്രാഫ് ഈ y equal to x square എന്നുള്ളതിന്റെ ഗ്രാഫ് നമ്മൾ വരക്കണം. അപ്പൊ എക്സിന്റെ വാല്യൂ -4. -4 ആണ് എക്സ് സ്ക്വയർ എന്താ വരിക? -4 സ്ക്വയർ ആണ് 16 അല്ലേ? +16 എന്നാ വരിക. -3 സ്ക്വയറോ? -3 സ്ക്വയർ 9 എന്നാ വരിക. പ്ലസ് അല്ലേ? -2 സ്ക്വയറും 4. -1ന്റെ സ്ക്വയർ 1 എന്ന് വരും. 0യുടെ സ്ക്വയർ എന്താ? 0 സ്ക്വയർ 0. 1 സ്ക്വയർ 1. 2 സ്ക്വയർ 2. 3 സ്ക്വയർ 2 സ്ക്വയർ 4. 3 സ്ക്വയർ 9. 4 16 ആണ് വരിക. അല്ലേ? അപ്പൊ അതിന്റെ ഈ രൂപത്തിൽ നമുക്ക് അതിന്റെ വാല്യൂ കാണാം. പിന്നെ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് റിയൽ നമ്പേഴ്സ് മൊത്തം വരും ഡൊമൈൻ. അതുപോലെ റേഞ്ച് ഓഫ് എഫ് ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് വരിക. 0 to infinity വരിക ഇത് സെറ്റ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് 0 to infinity നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഉള്ള സെറ്റ് ആയിരിക്കും റേഞ്ച് വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ ഇതുപോലെ നമുക്ക് വരും. -4 16 വരും. -3 9. -2 4. -1 1 0. 1 1 2 4 3 9 4. So this is the graph of the function f of x equal to x square. 0 ആണ് വരിക അല്ലെ? 1ന്റെ വാല്യൂ 1 വരും. 1 1. പിന്നെ -1 1 ആണ് വരുന്നത്. 2 4 വരിക. 2 സ്ക്വയർ 4 അല്ലേ? ഇപ്പൊ 2 4. അതുപോലെ -2 സ്ക്വയർ 4 ആണ് വരിക. -2 4 അല്ലേ? 3 എടുത്ത 9 വരിക. അപ്പൊ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് f of x equal to x square. Draw the graph of the function f from r to r defined by f of x equal to x cube. x ക്യൂബിന്റെ ഗ്രാഫ് വരക്കണം. f of x equal to x cube ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ്സ് എടുക്കണം. f of 0 0 വരും. f of 1 എന്താ വരിക? 1. f of -1 -1 ക്യൂബ് -1 ആണല്ലേ? f of 2 ക്യൂബ് ആണ് 8 വരിക. f of -2 -8 എന്ന് വരും. f of 3 27. f of -3 -27. ഈ രൂപത്തിൽ നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പൊ ഇത് ഈ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരക്കുമ്പോൾ ഏകദേശം ഒരു f is equal to set of all x cube such that x element of r. ഇതാണ് അതിന്റെ വാല്യൂസ് വരും. നമുക്ക് ഗ്രാഫ് ഇതുപോലെ വരിക. 0 0 വരും. 1 1. 2 കറസ്പോണ്ടിങ് ആയിട്ട് 8 വരും അല്ലേ? അതുപോലെ -2 -8 എന്ന് വരും. അപ്പൊ ഈ രൂപത്തിലാണ് അതിന്റെ ഗ്രാഫ് വരിക. ഇതിന്റെ ഗ്രാഫ് നമുക്ക് ജിയോജിബ്രയിൽ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കും ചെയ്യാം. Another one, rational functions are functions of the type f of x by g of x. Rational functions are functions of the type f of x by g of x, where f of x and g of x are polynomial functions of x defined on a domain where g of x not equal to 0. അപ്പോൾ f of x ഉം g of x എന്തായിരിക്കണം? പോളിനോമിയൽ ഫംഗ്ഷൻ ആകുക. എന്നിട്ട് f of x by g of x എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? അതിനെ റാഷണൽ ഫംഗ്ഷൻസ് എന്നാണ് പറയുക. അത് ദിസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് ഓഫ് എക്സ് f of x and g of x are polynomial functions of x defined in a domain where g of x not equal to 0. g of x 0 അല്ലാത്ത പോയിന്റ്സിൽ ഇത് ഡിഫൈൻ ചെയ്യുള്ളൂ. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. എക്സാമ്പിൾ നോക്കൂ. f of x equal to x plus 1 by x plus 3. f of x equal to x plus 1 by x plus 3 എന്ന് പറഞ്ഞാൽ x not equal to -3. ഈ x plus 3 0 എന്ന് പറഞ്ഞാൽ x -3 അല്ലേ? അപ്പൊ ആ പോയിന്റ് ഒഴിവാക്കുക. x not equal to -3 എന്ന്. -3 ഉള്ള പോയിന്റ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. അപ്പൊ ഡൊമൈൻ എടുക്കുമ്പോൾ എന്താണ്? r minus -3 എന്ന് എടുക്കണം. ഡൊമൈൻ ഈസ് ഈക്വൽ ടു r സെറ്റ് r മൈനസ് ദിസ് പോയിന്റ്. -3 എന്നുള്ള പോയിന്റ് ആയിരുന്നു ഒഴിവാക്കണം. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. Another example, f of x equal to x square plus 2x plus 1 divided by x square minus 8x plus 12. അപ്പൊ ഇതിൽ x not equal to 6, x not equal to. അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ ഉണ്ടല്ലോ, x square minus 8x plus 12 equal to 0.
എന്നുള്ള പോയിന്റ്സ് ഒഴിവാക്കണം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 0 എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏതെല്ലാം വാല്യൂസ് ആണെന്ന് കണ്ടുപിടിക്കണം. 0 എന്ന പോയിന്റ്സ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. ഇവിടെ A1 എടുക്കാം, B-8 എടുത്തു, C12 എന്ന് എടുത്തു. പിന്നെ B സ്ക്വയർ മൈനസ് 4AC എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ മൈനസ് 4 into 1 into 12 60 എന്ന് വരും. B സ്ക്വയർ മൈനസ് 4AC. X ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC by 2A. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ACയുടെ സ്ഥാനത്ത് നമുക്ക് 16 എന്ന് കൊടുക്കാം. മൈനസ് ബി എന്ന് പറഞ്ഞാൽ 8 എന്നായി അല്ലേ. അപ്പൊ എക്സ് ഈക്വൽ ടു 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 by 2. 2A A1 അല്ലേ. അപ്പൊ ഇത് 4 എന്നായി. 8 പ്ലസ് ഓർ മൈനസ് 4 by 2. അപ്പൊ 8 പ്ലസ് 4 by 2 ഒരു വാല്യൂ വരും 8 മൈനസ് 4 by 2. ദിസ് ഈസ് 12 by 2. ഇവിടെ വരുന്നത് 4 by 2 6 and 2. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ R മൈനസ് സെറ്റ് 6 2 എന്നും വരും ഉണ്ടല്ലേ. ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ വാല്യൂ കാണാൻ പറ്റും. അതുപോലെ അനദർ എക്സാമ്പിൾ, ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f ഫ്രം R മൈനസ് 0 to R ഡിഫൈൻ ബൈ f of x equal to 1 by x. f of x equal to 1 by x. Complete the table given below using this definition. What is the domain and range of this function? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ തരും, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് കാണണം. നമുക്കറിയാം R മൈനസ് 0 to R അല്ലേ. അപ്പൊ ഡൊമൈൻ തന്നെ ഒരു R മൈനസ് 0 ആണ്. കാരണം 0ല് 1 by 0 ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പോയിന്റ് ഒഴിവാക്കണം. അപ്പൊ -2 ആകുമ്പോൾ 1 by x എന്താ വരിക, 1 by -2 എന്ന് പറയാം. -0.5 വരും അല്ലെ. ഇവിടെയോ 1 by -1.5. അതിന്റെ വാല്യൂ ഇതിന്റെ 2 by 3 എന്നുള്ള വാല്യൂ വരും ഇവിടെ. അതിന് കറസ്പോണ്ടിങ് നെഗറ്റീവ് വരും. -1ന്റെ റെസിപ്രോക്കൽ എടുത്താൽ -1 തന്നെ. അതുപോലെ -0.5 -2 എന്നാണ് വരിക. അതുപോലെ ഓരോ പോയിന്റ്സിൽ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ വാല്യൂസ് കാണും വരുന്നുണ്ട്. -2 വരുന്നത് -0.5 എന്ന് വരും. -1.5 ആണെങ്കിൽ -0.67. -1ന് -1 തന്നെ. -0.5 -2. 0.25 ആണെങ്കിലോ 0.25ന് 4 എന്ന് വരിക. 1 by എടുത്താൽ ഇതിന്റെ 2 എന്ന് വരും. 1 തന്നെ. 1.5 അഗൈൻ 6.67 to 1 by 2 എന്നാൽ 0.5. അപ്പൊ ഈ വാല്യൂസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഗ്രാഫ് വരക്കാം. എക്സ് ആക്സിൽ ഈ വാല്യൂസ് എടുക്കുക, വൈ ആക്സിൽ ഈ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരണം. ഇതുപോലെ വരിക ഇല്ലേ. എക്സ് ആക്സിസ് നമ്മൾ എടുത്തു, വൈ ആക്സിസ് എടുത്തു. അപ്പൊ അതിൽ 0ല് വാല്യൂ ഉണ്ടാവില്ല. 0ല് ഇതിന്റെ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ 1ന് 1 തന്നെയാണ് വരിക. 2ല് 1 by 2 എന്നാണ് വരിക ഇല്ലേ. 3 ആണെങ്കിൽ 1 by 3 ആയിരിക്കും ഇവിടെ വരും പോയിന്റ്. അവർ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് വരും. ഈ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് വരും ഇല്ലേ. -1ന് -1 വരും. -2 ആണ് -1 by 2. ഈ രൂപത്തിൽ നമുക്ക് അതിന്റെ ഗ്രാഫ് വരക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഗ്രാഫ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറെ ഗ്രാഫ് പറഞ്ഞില്ലേ. ഈ ഗ്രാഫുകൾ നമുക്ക് എന്ത് ചെയ്യാം, ജിയോജിബ്ര ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ വരക്കാൻ പറ്റും. എങ്ങനെ വരക്കാം, ജിയോജിബ്രയിൽ നോക്കൂ. ദി ഫംഗ്ഷൻ ഫസ്റ്റ് വരുന്നത് f of x ഈക്വൽ ടു x എന്നുള്ള ഫംഗ്ഷൻ. f of x ഈക്വൽ ടു x എന്നുള്ള ഫംഗ്ഷൻ ഏതാ വരിക, പഠിച്ചില്ലേ. ഇതാണ് ഫംഗ്ഷൻ അല്ലേ. f of x ഈക്വൽ ടു x ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതിന്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ്. f of x ഈക്വൽ ടു x എന്ന് കൊടുത്താൽ ഇതുപോലെ വരും. f of x ഈക്വൽ ടു x. അപ്പൊ അതിൽ നമുക്ക് ഈ പോയിന്റ്സ് ഉണ്ടല്ലേ, ഇതാണ് ഇതിൽ പോയിന്റ്സ് ഉണ്ടാവും. എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റ് സെയിം വരിക. ഇവിടെ 2.3 2.3 രണ്ടും സെയിം ആണ് വരിക. ഇതിൽ ഏത് പോയിന്റ് എടുത്താലും ഇതുപോലെ നമുക്ക് പോയിന്റ്സ് എടുക്കാം അല്ലേ. രണ്ടും ഒരേ പോയിന്റ്സ് ആണ്. f of x ഈക്വൽ x എന്നുള്ളതാണ്. y ഈക്വൽ x എന്നുള്ള ഇത് വരും. രണ്ടും എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ് ഈ ഫസ്റ്റ് വരുന്ന എക്സ് കോർഡിനേറ്റ്, പിന്നെ y ആക്സിൽ വരുന്ന പോയിന്റ് ആയിരിക്കും ഇത് ഈ സെക്കൻഡ് വരുന്നത്. ഇതാണ് f of x ഈക്വൽ x എന്നുള്ള. ഇനി നമുക്ക് ഇതേപോലെ തന്നെ f of x ഈക്വൽ ചെയ്തെടുക്കാം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പഠിച്ചില്ലേ. f of x ഈക്വൽ 3 എന്ന് കൊടുത്താൽ ഏതാ വരിക ഉണ്ടല്ലേ. ദിസ് ഇസ് എ ലൈൻ. അപ്പൊ ഈ ലൈനിൽ എല്ലാ പോയിന്റിലും എന്തായിരിക്കും, y കോർഡിനേറ്റ് 3 എന്നാ വരിക. നോക്കൂ, ഈ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പൊ നമുക്ക് വാല്യൂ മാറിയാലും എന്തില്ല, ഈ പോയിന്റുകൾ മാറുമ്പോഴും ഈ y കോർഡിനേറ്റ് മാറില്ല, ഒക്കെ 3 ആയിരിക്കും. ഇനി നമുക്ക് വേറെ നോക്കൂ. ഇപ്പോ -2 എന്നാണ് വിചാരിക്കൂ. ഇപ്പൊ f of x ഈക്വൽ -2 കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എത്തി ഉണ്ടല്ലേ. -2 എന്നുള്ള പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുക. 1 ആണെങ്കിലോ എക്സിന് 1 എന്ന് കൊടുത്താലോ, 1 എന്ന് കൊടുത്താൽ ഏതിലേക്ക് വരിക നിങ്ങൾ പറഞ്ഞു നോക്കൂ. 1 നമ്മൾ കൊടുക്കുമ്പോഴേ ദിസ് എ ലൈൻ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. ദിസ് എ ലൈൻ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. ഇത് പോയിന്റ് നമ്മൾ അറിയപ്പെടുന്നത് 0 1 ആണ്. 0 1 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ഈ പോയിന്റിലൂടെ നമുക്ക് പോകും.
ഈ ലൈൻ എല്ലാ പോയിന്റിലും y കോർഡിനേറ്റ് 1 എന്നായിരിക്കും വരിക. ഈ രൂപത്തിൽ നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ വേറെ ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിരുന്നു. എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. നോക്കൂ, എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം മാത്തമാറ്റിക്സിൽ ലാബൊക്കെ വരുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ ജിയോജിബ്ര ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ലാബ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ കേട്ടോ. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ ഇങ്ങോട്ട് വരും കേട്ടോ. ഈ പോയിന്റ് ഉണ്ടല്ലേ, 3.1 ആണെങ്കിൽ ഇതോ വരിക. 3 കൊടുത്താലോ, അവിടെ 3 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ 3യുടെ കറസ്പോണ്ടിങ് 9 വരും കേട്ടോ. 3 9, 3 സ്ക്വയർ ആണ്. -3 ആണെങ്കിലോ, എയുടെ വാല്യൂ -3 കൊടുത്തു കഴിഞ്ഞാലോ, -3 എന്ന് കൊടുത്താൽ ഇവിടെ കണ്ടില്ലേ ഈ പോയിന്റ് -3 0 കറസ്പോണ്ടിങ് -9 അപ്പൊ എല്ലാം പോസിറ്റീവ് ഉണ്ടല്ലേ. ഇവിടുന്ന് 0 to ഇൻഫിനിറ്റി ആണ് അതിന്റെ റേഞ്ച് വരിക. താഴോട്ടുണ്ടാവില്ല ഉണ്ടല്ലേ, അടിയിലേക്ക് വരില്ല. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യും. ഒരു ലൈൻ y ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്തായിരിക്കും, ഈ ഒരു പോയിന്റിൽ മാത്രമേ ഫംഗ്ഷനിൽ ടച്ച് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ഇമേജ് ഉള്ളൂ നടത്തും. ആ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പിന്നെ ഏതായിരുന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് നമ്മൾ പറഞ്ഞില്ലേ. എക്സ് ക്യൂബ് എന്നുള്ളതിനെ എക്സ് ആദ്യം എടുക്കുക, എന്നിട്ട് പവറിന്റെ സിമ്പിൾ കൊടുക്കുക 3 എൻ്റർ ഇതുവരെ കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അതിന്റെ ഗ്രാഫ് ഉണ്ടോ അതുപോലെ വരിക. -3 0, -3 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് പോയിന്റ് ഏതായിരിക്കും നിങ്ങൾ പറഞ്ഞു നോക്കൂ. 27, -27 ഉണ്ടോ ഇവിടെ ഉണ്ട് ഇതില്ലേ, -27. -3 ക്യൂബ് -27 അല്ലേ. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ വേറെ വാല്യൂ എടുത്ത് നോക്കൂ. 2 എന്ന് കൊടുത്ത് ഏതായിരിക്കും വരിക നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഇവിടെ ഏടെ സ്ഥാനത്ത് നമ്മൾ 2 ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഇപ്പൊ 8 ആണ് വരുന്നത് അല്ലേ. 2ന് കറസ്പോണ്ടിങ് 8 വന്നു അല്ലേ. അതുപോലെ ഇത് ഇവിടെ നമുക്ക് നീക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പോയിന്റ് ഇങ്ങനെ മാറി വരും. അതുപോലെ നമ്മൾ പഠിച്ച വേറെ ഇക്വേഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x പഠിച്ചു അല്ലെ. 1/x എഫ് ഓഫ് എക്സ് ഈക്വൽ 1/x എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടോ. വണ്ണിൽ 1 വരും, 2ല് 1/2 എന്നാണ് വരിക. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ 1/2 എന്നായിരിക്കും. ഇവിടെ 2 കൊടുത്തു നോക്കാം നമ്മള്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2. -2 കൊടുത്താലോ, ഇവിടെ നമ്മൾ -2 ആണ് കൊടുക്കുന്നതെങ്കിൽ -2 കൊടുത്തു കഴിഞ്ഞാൽ വരിക -1/2 ആണ്. ഇവിടെ -2 ആകുമ്പോൾ ഇവിടെ ഈ പോയിന്റ് ആവുന്നുണ്ടല്ലേ, -1/2. അപ്പൊ ഇതാണ് ഗ്രാഫ്. ഈ ഫംഗ്ഷൻ എന്തുണ്ടാവില്ല, 0 എന്നുള്ള പോയിന്റ് ഇതിന് വാല്യൂ ഉണ്ടാവില്ല. 1/x ഉണ്ടല്ലേ. അപ്പൊ നോക്കൂ, അത് മുകളിലേക്ക് എടുത്താൽ നമുക്കറിയാം ഉണ്ടല്ലേ, 0 ടച്ച് ചെയ്യില്ല, ഇങ്ങനെ കൂടി വരുന്നതിന്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഫംഗ്ഷൻസ്, സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഒന്ന് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ്, പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ സി, പിന്നെ പോളിനോമിയൽ ഫംഗ്ഷൻസ് പറഞ്ഞു, പിന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് തുടങ്ങിയ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ 1/x എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചെന്നല്ലോ. അപ്പൊ ഇതിൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ r-0 എന്ന് വരിക. റേഞ്ച് എടുത്താലും r-0 എന്നാണ്. ഈ റേഞ്ച് പറഞ്ഞാൽ y ആക്സിൽ വരുന്നത്, അതും ഈ പോയിന്റ് ഉണ്ടാവില്ല, 0 എന്നുള്ള പോയിന്റ്സിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവില്ല. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 3rd സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഫങ്ഷൻസ് എന്നുള്ള ഭാഗം അതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 3-4 ഫങ്ഷൻസും കുറച്ച് പ്രോബ്ലംസും ആണ് ഇതിൽ ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു ആൾ ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.